ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ ഞങ്ങൾ മൂന്നാം ഓണം ദിവസമാണ്. നാട്ടിലൊന്നും പോകാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ ബോറടിച്ചിരിക്കുമ്പോഴാണ് മറൈൻ എക്സ്പോ ഉണ്ടെന്ന് അറിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ മറൈൻ എക്സ്പോയിൽ പോയി നോക്കുന്ന സമയത്ത് ഒരാൾക്ക് 120 രൂപയാണ് കേട്ടോ ചാർജ് വന്നിട്ട്. പക്ഷേ അണ്ടർ 5 ഏജ് ചാർജൊന്നുമില്ല. പക്ഷേ ടിക്കറ്റ് കിട്ടിയപ്പോഴാണ് ഞങ്ങൾ ശശിയായ വിവരം അറിഞ്ഞത്. കാരണം ടിക്കറ്റിൽ എഴുതിയിരിക്കുന്നത് 10 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. വിചാരിക്കലല്ലേ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആര് ശശിയായി? ഞങ്ങൾ ശശിയായി. അങ്ങനെ ഞങ്ങളെല്ലാം കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈഡിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ കടയിലൊക്കെ പോയാൽ കാണില്ലേ, നമ്മൾ ഫിഷ് വാങ്ങിക്കാൻ പോയാൽ കാണില്ലേ, അതുപോലെ അങ്ങനെ ടാങ്കിൽ നിറയെ ഫിഷുകളാക്കിയിട്ട് വെച്ചിരിക്കുന്നു. പിന്നെ ആ ഒരു അണ്ടർഗ്രൗണ്ടിലൂടെ പോകുന്ന രീതിയിൽ ഒരു ഫിഷും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിൽ ഇങ്ങനെ നോക്കിയിട്ടും തൊട്ടിട്ടും പിടിച്ചിട്ടൊക്കെ ഞങ്ങൾ ഇങ്ങനെ അന്തം വിട്ട കുന്തം പോലെ നോക്കിക്കൊണ്ട് നടക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ കാഴ്ചകളും കുറേ വലിയ വലിയ മീനുകളും കുഞ്ഞു മീനുകളും, കുഞ്ഞു മീനിനെ കണ്ടായിരുന്നേ, നല്ല ചെറിയ മീനിനെയൊക്കെ നമ്മൾ കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ സൈഡിൽ എക്സിറ്റ് ഉണ്ടായിരുന്നേ. അവിടെയും ഇതേപോലെ നമ്മൾ ഫസ്റ്റ് കണ്ട പോലെ തന്നെ കുറേ കടകളിൽ നമ്മൾ വെച്ച പോലുള്ള ഫിഷുകളും നമ്മൾ കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ ബെല്ലടിച്ചു. എൻ്റെ ചേട്ടൻ വന്നതാണ്, ബ്രദർ വന്നതാണ്. സോ അങ്ങനെ ഞങ്ങളിത് ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ പുറത്തൊരു എക്സിറ്റ് ഉണ്ടായിരുന്നു. ആ എക്സിറ്റ് കൊണ്ട് പുറത്ത് വന്നിട്ട് നമ്മൾ സ്വാഭാവികമായിട്ടും കടയിലൊക്കെ കാണുന്ന പോലെ അവിടെ ഒരു അതായത് ഒരു ബാസ്ക്കറ്റിൽ നിറയെ വെള്ളമാക്കിയിട്ട് നമ്മൾ ഫിഷിനെ ഇട്ടിരിക്കുന്ന അതേ രീതിക്ക് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഒരു 120 രൂപ കൊടുത്ത് കാണാൻ മാത്രമുള്ള കാഴ്ചകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് ഇത്രയും ഒരു എമൗണ്ട് അവിടെ കണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. ഉള്ളവർക്ക് ഉണ്ടാവും. എങ്കിലും എനിക്ക് അനുഭവപ്പെട്ടത് മാത്രം പറഞ്ഞതാണ്. ഇതുപോലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അടിപൊളിയായിട്ട് കണ്ട ഒരു സംഭവം ഉണ്ടായിരുന്നേ, ഒരു മത്സ്യകന്യക. അതാണ് അവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുണ്ടായിരുന്നത്. ഒരു മത്സ്യകന്യകേനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് നോക്കുന്ന സമയത്ത് അതിൽ 2 മത്സ്യകന്യക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ കണ്ട ഒരു മത്സ്യകന്യക. ഇതിന് പോലെ തന്നെ വേറൊരാളും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇതിനേക്കാളും ഭയങ്കര ലീനായിട്ട്, അത് അത്ര വലിയ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് അത്യാവശ്യം നല്ല രസം തോന്നിയായിരുന്നു കേട്ടോ. ഈ മത്സ്യകന്യക എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് നമ്മുടെ ഇത് വന്നിട്ട് നമ്മളെ കിസ് തരികയും ഹായ് കാണിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഇതേപോലെ എൻ്റെ മോള് ഇതേപോലെ നല്ല വെടുപ്പായിട്ടൊരു സംഭവം കണ്ടുപിടിച്ചത്. അമ്മ ടാറ്റു അടിച്ച മത്സ്യകന്യകയൊക്കെ ഉണ്ടാവുമോ എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ അതിനുള്ളിലൂടെ നടക്കുമ്പോൾ കുറേ കമ്മലുകളും മാലകളും അതുപോലെ കളിക്കാനുള്ള ഗെയിംസും. ഇങ്ങനെ ഗെയിംസ് കളിച്ചിട്ട് ഞങ്ങൾക്കൊരു ട്രേയും അതുപോലെ നമ്മൾ ഫുഡൊക്കെ കോരിയെടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതും പിന്നെ ഒരു ഗ്ലാസും കിട്ടി കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം കളിക്കാൻ നമ്മൾ 50 രൂപ കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ ഇത് ബോൾ ഇട്ടിട്ട് കളിച്ചു, ഗൺ ഷൂട്ട് ചെയ്തു. പിന്നെ ഒരു 18, അതായത് ടോട്ടൽ കണക്ക് കൂട്ടി 18 മുതൽ 36 വരെയുള്ള അതിനുള്ളിലുള്ള ഏതെങ്കിലും എമൗണ്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് അവർ തരും. അങ്ങനെ അവിടെ ഇതുപോലെ യന്ത്രഊഞ്ഞാലുണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ കളിക്കാൻ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ, കുട്ടികൾക്ക് കളിക്കാൻ. ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് പൈസ കൊടുക്കണ്ട. ഈ 120 രൂപയിലൊന്നും ഇത് ഒതുങ്ങുന്നതല്ല. ഇത് ആ 120 രൂപ യൂസ് ചെയ്യുന്ന ആ ഫിഷ് കണ്ടില്ലായിരുന്നോ, അതും പിന്നെ ആ മത്സ്യകന്യക കാണുന്ന അതുവരെ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ കാണണം. അല്ലെങ്കിൽ നമുക്ക് കയറണം എന്നുണ്ടെങ്കിൽ കയറണം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഐസ്ക്രീമും പോപ്കോണും അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് അതിലൂടെ ഇങ്ങനെ കണ്ടു തന്നു. പിന്നെ പിള്ളേരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് അതിൽ കയറണം, എന്തെങ്കിലും കയറണം. അപ്പോൾ ഓൾറെഡി അവർ ടൂറിനും കാര്യങ്ങളൊക്കെ പോകാനുണ്ട്, ഇതിലൊക്കെ കയറിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും എനിക്ക് പേടിയാണ് ഇവർ കയറിയിട്ട് അതിൻ്റെ എന്തെങ്കിലും സംഭവിക്കുമോ അതാകുമോ എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ രാത്രി 11 മണിയാകുമ്പോൾ തിരിച്ച് വന്നു.